അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ പ്രസംഗത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആനിലെ വളരെ മഹത്തായ ഒരു സൂറത്തെക്കുറിച്ചാണ്. സൂറത്ത് വാഖിയ. വാഖിയ എന്നത് നിശ്ചയമായുണ്ടാകുന്ന സംഭവം എന്നർത്ഥം. അതായത് ഈ സൂറയിൽ പ്രധാനമായും പറയുന്നത് ഖിയാമത്ത് ദിനത്തെക്കുറിച്ചാണ്. ഒരു ദിവസം ഈ ലോകം അവസാനിക്കും. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടിവരും. ഈ വലിയ സത്യത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ ഒരു സൂറയാണ് സൂറത്ത് വാഖിയ. സഹോദരങ്ങളെ, ഈ ലോകം നിത്യമായ ഒന്നല്ല. നമ്മൾ ഇന്നുണ്ടെങ്കിലും നാളെയില്ലായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ ഇത് മറക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഈ സൂറയിൽ നമ്മളോട് പറയുന്നത്, അത് സംഭവിച്ചാൽ അതിനെ നിഷേധിക്കാൻ ആരും കഴിയില്ല. ഇത് നമ്മളെ ഉണർത്തുന്ന ഒരു സന്ദേശമാണ്. മരണം ഉറപ്പാണ്. ഖിയാമത്ത് ഉറപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം തന്നെയാണ് ഇത്. ഈ സൂറയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ മനുഷ്യരെ 3 വിഭാഗങ്ങളായി വിഭജിക്കുന്നതാണ്. ഒന്നാമത് സാബിഖൂൻ, അതായത് അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവർ. രണ്ടാം വിഭാഗം അസ്ഹാബുൽ യമീൻ, നല്ലവരുടെ വിഭാഗം. മൂന്നാമത് അസ്ഹാബുൽ ഷിമാൽ, നരകവാസികൾ. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം, ഞാൻ ഏത് വിഭാഗത്തിൽപ്പെടും? ഈ ചോദ്യമാണ് നമ്മുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, സൂറത്ത് വാഖിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഇത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു സൂറയാണെന്ന്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ആരാണോ ഈ സൂറ പതിവായി വായിക്കുന്നത് അവൻ ദാരിദ്ര്യം വരില്ല. ഈ ഹദീസിന്റെ ശക്തിയെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല, ഖുർആൻ വായിക്കുന്നവർക്കു അല്ലാഹു ബറക്കത്ത് നൽകും. അതുകൊണ്ട് ഈ സൂറ പതിവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് വർദ്ധിക്കാൻ ഒരു കാരണമാകാം. സഹോദരങ്ങളെ, സൂറത്ത് വാഖിയ വായിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണാം. അവരുടെ മനസ്സിൽ സമാധാനം വരും. വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കാരണം അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഇത് ഒരു മാജിക് അല്ല. ഇത് അല്ലാഹുവിന്റെ കരുണയാണ്. ഈ സൂറയിൽ ജന്നത്തിന്റെ സുന്ദരമായ വിവരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സ് സന്തോഷത്തോടെ നിറയും. അതുപോലെ ജഹന്നത്തിന്റെ വിവരണങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും. ഈ രണ്ടും ചേർന്ന് നമ്മളെ ഒരു ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. തെറ്റുകളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കുന്നു. ഹൃദയം ശുദ്ധമാക്കുന്നു. സഹോദരങ്ങളെ, ഈ സൂറ നമ്മളെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ ഒന്നും സൃഷ്ടിക്കുന്നവർ അല്ല. എല്ലാം അല്ലാഹുവിന്റെ കരുണയാണ്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങളാണോ ഇത് സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ ഞാനോ? ഈ ചോദ്യം നമ്മുടെ അഹങ്കാരം തകർക്കും. നമ്മളെ വിനയത്തിലേക്ക് നയിക്കും. ഈമാൻ ശക്തമാക്കും. ഈ സൂറ നമ്മളെ സമയം കളയാതെ നല്ല പ്രവൃത്തികളിലേക്ക് വിളിക്കുന്നു. ഇപ്പോൾ തന്നെ നന്നാകൂ. ഇപ്പോൾ തന്നെ അല്ലാഹുവിലേക്ക് തിരിയൂ എന്നൊരു സന്ദേശം ഇതിൽ ഉണ്ട്. കാരണം നമുക്ക് എത്ര സമയം ബാക്കി ഉണ്ടെന്ന് ആരും അറിയില്ല. അതുകൊണ്ട് നിസ്കാരം, ദുആ, സദഖ ഇവയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ സൂറത്ത് വാഖിയ രാത്രി സമയം, പ്രത്യേകിച്ച് ഇശാ നിസ്കാരത്തിന് ശേഷം വായിക്കുന്നത് നല്ലതാണ്. ഇത് ഒരു നല്ല പതിവായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, സൂറത്ത് വാഖിയ വായിക്കുന്നവർക്ക് ഖുർആനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും. അവർ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കും. അവരുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താകും. ലോകത്തിന്റെ ചഞ്ചലതകളിൽ നിന്ന് അവർ മാറി നിൽക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നുമുതൽ ഒരു തീരുമാനം എടുക്കാം, ഞാൻ ദിവസവും സൂറത്ത് വാഖിയ വായിക്കും. ചെറിയ ഒരു ആമൽ ആയാലും സ്ഥിരമായി ചെയ്താൽ അതിന് വലിയ വിലയുണ്ട്. അല്ലാഹു നമ്മെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. നമ്മുടെ റിസ്ക് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ഈമാൻ ശക്തമാക്കട്ടെ. ജന്നത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.